യുഎസിന്റെ അധിക തീരുവ ചുമത്തൽ നടപടി ഇന്ത്യൻ വ്യവസായത്തെ സാരമായി ബാധിക്കുമെന്ന് വിദഗ്ധർ. യുഎസ് ആഭ്യന്തര കയറ്റുമതി മേഖലകളായ തുകൽ, രാസവസ്തുക്കൾ, പാദരക്ഷകൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, തുണിത്തരങ്ങൾ, ചെമ്മീൻ എന്നിവയെ 50% താരിഫ് ചുമത്തുന്നത് സാരമായി ബാധിക്കുമെന്ന് വ്യവസായ വിദഗ്ധർ പറയുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനുള്ള പിഴയായാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ 25% അധിക തീരുവ ചുമത്തിയത്. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മൊത്തം തീരുവ 50% ഉയർന്നു. റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക അധിക തീരുവയോ പിഴയോ ചുമത്തിയിട്ടുണ്ട്. അതേസമയം ചൈന, തുർക്കി തുടങ്ങിയ മറ്റു രാജ്യങ്ങൾ ഇതുവരെ അത്തരം നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. താരിഫുകൾ യുഎസിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ വളരെ ചെലവേറിയതാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. യുഎസിലേക്കുള്ള കയറ്റുമതി 40-50% കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് തിങ്ക് ടാങ്ക് GTRI പറഞ്ഞു. പുതിയ താരിഫിന് ശേഷം യുഎസിലേക്കുള്ള ജൈവ രാസവസ്തുക്കളുടെ കയറ്റുമതി 54% അധിക തീരുവ ആകർഷിക്കുമെന്ന് GTRI പറഞ്ഞു. ജൂലൈ 31 പ്രഖ്യാപിച്ച 25% തീരുവ ഓഗസ്റ്റ് 7 മുതൽ പ്രാബല്യത്തിൽ വരും. അധികമായി ചുമത്തിയിരിക്കുന്ന 25% തീരുവ ഓഗസ്റ്റ് 27 മുതൽ പ്രാബല്യത്തിൽ വരും. ഇവ യുഎസിൽ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഇറക്കുമതി തീരുവയ്ക്ക് പുറമെയായിരിക്കും. 2024-25 ഇന്ത്യയും യുഎസും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $131.8 ബില്യൺ ആയിരുന്നു. 50% തീരുവയുടെ ഭാരം വഹിക്കുന്ന മേഖലകളിൽ തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ചെമ്മീൻ, തുകൽ, പാദരക്ഷകൾ, രാസവസ്തുക്കൾ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ യന്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യക്ക് 50% യുഎസ് താരിഫ് നിരക്ക് ഏർപ്പെടുത്തുന്നതിന്റെ പ്രതികൂല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്കാകുലരാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും പറഞ്ഞു. ടെക്സ്റ്റൈൽ വസ്ത്ര കയറ്റുമതിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപണിയാണ് യുഎസ്. നിലവിലെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് അധിക തീരുവ.